Hello, welcome to Hi Kitchen. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സിമ്പിൾ ഫ്രീക്ക് ഷേക്ക് റെസിപ്പിയാണ്. ഫ്രീക്ക് ഷേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മിൽക്ക് ഷേക്ക് തന്നെ, പക്ഷെ കുറച്ചും കൂടെ ഡെക്കറേറ്റീവായിട്ട് കളർഫുള്ളായിട്ട് സെർവ് ചെയ്യുന്നതാണ് ഫ്രീക്ക് ഷേക്ക് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുറേ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഔട്ട്ലെറ്റ്സ് ഒക്കെ ഇതുപോലെയാണ് സെർവ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ പാർട്ടീസൊക്കെ ഉള്ളപ്പം ഇതുപോലെ നമ്മുടെ ഗസ്റ്റിന് സെർവ് ചെയ്യുമ്പം നല്ലൊരു വെറൈറ്റി ആയിരിക്കും. എന്നാൽ അതിനും മാത്രം പണിയൊന്നുമില്ല, വളരെ സിമ്പിളുമാണ്. സോ ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ക്വിക്ക് ഡിസ്ക്ലെയിമർ, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. സോ ഇന്ന് ഞാൻ കാണിക്കുന്നത് രണ്ട് രീതിയിലാണ്. അതിൽ ഒരു രീതി എന്ന് വെച്ചാൽ സ്ട്രോബെറി മിൽക്ക് ഷേക്കും പിന്നെ ബ്ലൂബെറി മിൽക്ക് ഷേക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഫ്രീക്ക് ഷേക്കും, വേറെ രീതി സ്ട്രോബെറി മിൽക്ക് ഷേക്കും വെനില മിൽക്ക് ഷേക്കും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന ഒരു ഫ്രീക്ക് ഷേക്കുമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ബ്ലൂബെറി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സ്ട്രോബെറിയാണ് ഞാൻ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലൂബെറീസിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം നമുക്ക് ഫ്രീക്ക് ഷേക്കിൻ്റെ ജാർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു മേസൺ ജാർ അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന ഏത് ഗ്ലാസ്സാണോ അതെടുക്കാം. എന്നിട്ട് അതിന് ചുറ്റും ഞാൻ നുട്ടെല്ല സ്പ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പാറ്റുല വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള നുട്ടെല്ല ഈസിലി ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്പാറ്റുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര പെർഫെക്ഷനോ നീറ്റ്നെസ്സോ വേണമെന്നില്ല, കാരണം ആ ലുക്ക് അതാണ്. ഒരുപാട് നീറ്റ്നെസ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നമുക്ക് ഇതുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, കാരണം ഇപ്പോൾ അത്ര സെറ്റായിട്ടില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ കെലോഗ്സിൻ്റെ ഫ്രോസ്റ്റീസ് ആണ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലേക്സ് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ്, അല്ലെങ്കിൽ കിറ്റ്കാറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻഡി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ്, പിസ്റ്റാഷ്യോസ്, അങ്ങനെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് പേഴ്സണലി എന്താണോ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, പ്രെറ്റ്സൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതെടുത്ത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ നമുക്ക് കുറച്ച് സമയം വെക്കാം. ഒരുപാട് ഹാർഡായിട്ടിരിക്കണമെങ്കിൽ കൂടുതൽ നേരം വെക്കണം, അല്ലെങ്കിൽ 20 to 25 minutes ആണെങ്കിൽ ഓക്കെ. അപ്പോഴേക്കും ഈ ഒരു ചോക്ലേറ്റ് ഏകദേശം സെറ്റായി കാണും. അപ്പോൾ നിങ്ങൾക്ക് നുട്ടെല്ല ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ഹേസൽനട്ട് സ്പ്രെഡ് ആണെങ്കിലും മതിയാവും. അതിനുശേഷം നമുക്ക് ഫ്രീസ് ആവുന്ന സമയത്ത് നമുക്ക് മിൽക്ക് ഷേക്ക്സ് റെഡിയാക്കാം. അപ്പോൾ സ്ട്രോബെറി മിൽക്ക് ഷേക്കിനായിട്ട് ഒരു 4 വലിയ സ്ട്രോബെറിയും അതിൻ്റെ കൂടെ 3-4 സ്കൂപ്പ് ഐസ്ക്രീമും 1-2 ടീസ്പൂൺ, നിങ്ങളുടെ സ്ട്രോബെറിയുടെ പുളിപ്പ് അനുസരിച്ച് പഞ്ചസാരയുടെ അളവിന് വ്യത്യാസം വരാം, അത് വിട്ട് പിന്നെ 2 ടീസ്പൂൺ പാലൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെനില മിൽക്ക് ഷേക്കിന് ഒരു 4 സ്കൂപ്പ് വെനില ഐസ്ക്രീമും 2 ടീസ്പൂൺ പാലും പഞ്ചസാര ആവശ്യത്തിന്, അതായത് വെനില ഐസ്ക്രീം ഇതിൻ്റെ കൂടെ നമ്മൾ പുളിപ്പുള്ളൊന്നും ഇടാത്ത സ്ഥിതിക്ക് ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യമില്ല, അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. അത് വിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ നോർമലി അത് ആഡ് ചെയ്യാറില്ല, ബിക്കോസ് വെനില ഐസ്ക്രീം തന്നെ അത്യാവശ്യം ഫ്ലേവറായിട്ടാണല്ലോ വരുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഇതിനായിട്ട് ഞാനിപ്പം ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. സോ ഈ ചോക്ലേറ്റ് എല്ലാം, സോ ഇതിൻ്റെ അകത്തോട്ട് ആദ്യം ഈ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഒഴിക്കാം. അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം ഇടാം. പിന്നെ അതിൻ്റെ മുകളിൽ ഈ വെനില മിൽക്ക് ഷേക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഇടാം. അപ്പോൾ ഇത് നമുക്കൊരു ഓംബ്ര ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. സൈഡ് ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് പിങ്കും വൈറ്റും ട്രാൻസ്ഫോർമേഷൻ പോലെ വരണുണ്ടോ? യെസ്, അത് ഒരു ഭയങ്കര ലുക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുമ്പം ആൾക്കാർ ഇതിലേക്ക് ഇതെങ്ങനെ വരുത്തിയെന്ന്. ബട്ട് ഇത്രയും സിമ്പിളാണ്. സോ അങ്ങനെ ചെയ്താൽ മതിയാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേറൊരു ലെയർ ഓഫ് വിപ്പ് ക്രീം നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്തൊക്കെയാണോ അത് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു മിനി ഡോണറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വേഫർ സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ഈ വേഫർ സ്റ്റിക്ക് ഇങ്ങനെ സ്ട്രോ പോലെ ഇരിക്കും. സോ അത് ഇതിൻ്റെ ഇടയിൽ കൂടെ, ഈ ഡോണറ്റിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ തൊട്ടടുത്ത് ഞാനൊരു മാർഷ്മെല്ലോയുടെ ഒരു ചെറിയൊരു സ്റ്റിക്ക് ഉണ്ട്, അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചോക്കോപ്പൈ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല നാട്ടിൽ, അതുപോലെ ചെറിയതായിട്ട് നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. നിങ്ങൾക്ക് അത് കിട്ടുവാണെങ്കിൽ അത് എടുക്കുക. അതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഹാഫ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഹാഫ് പോർഷൻ വെച്ചാൽ മതി. അല്ലെങ്കിൽ ചെറിയ കപ്പ് കേക്ക്സ്, മിനി കപ്പ് കേക്ക്സ് ഉണ്ടെങ്കിൽ അത് വെക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻഡി, അല്ലെങ്കിൽ കിറ്റ്കാറ്റ്, ചോക്ലേറ്റ്സ്, അങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫ്രീക്ക് ഷേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. കാണുമ്പോൾ നല്ല സിമ്പിളാണ്, പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും അല്ലേ?
അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂബെറിയൊക്കെ കിട്ടാൻ എളുപ്പമുണ്ടെങ്കിൽ ഇതുപോലത്തെ ബ്ലൂബെറി ഷേക്കും ചെയ്യാം. ഇതേ സെയിം രീതി തന്നെ ചെയ്യണം. വേണമെങ്കിൽ മിൽക്ക് ഷേക്കിൽ കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് ബീറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇതേപോലെ ബ്ലൂബെറിയും സ്ട്രോബെറി ബെസ്റ്റ് കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ച് നമുക്ക് ആ ഓംബ്ര എഫക്റ്റ് വരണമെങ്കിൽ ഇത് കണ്ടില്ലേ, ഒരു പിങ്കും വയലറ്റും എഫക്റ്റ് വരും. കാരണം രണ്ടും രണ്ട് കളർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആദ്യം ഒഴിക്കുക, പിന്നെ ഒരു വിപ്പിംഗ് ക്രീം ഇടുക, അതൊരു വൈറ്റ് കളറാണ്. പിന്നെ എൻ്റെ മുകളിൽ ബ്ലൂ കളർ മിൽക്ക് ഷേക്ക് ഇടുക. അപ്പോൾ സ്പൂൺ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലൂ വൈറ്റ് പിങ്ക് ആ ഒരു എഫക്റ്റ് വരും. അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇതേപോലെ ഡോണട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് കോൺഫ്ലേക്സും കുറച്ച് ഫ്രൂട്ട് ലൂപ്സ്, കെലോഗ്സിൻ്റെ ഫ്രൂട്ട് ലൂപ്സും വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മിൽക്ക് ഷേക്ക് റെഡിയാക്കാം, ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയും താല്പര്യവും അനുസരിച്ചാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. എന്തൊരു എളുപ്പമാണ് അല്ലേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത് എന്തൊരു പാടാന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഇത്രയും സിമ്പിളാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അത് ടോട്ടലി ഫ്രീ ആണ്. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.